ഹലോ ഓൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒഫൻസസ് എഫക്റ്റിംഗ് ദ ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞ പാർട്ടാണ്. അതിന്റെ ഫസ്റ്റ് പാർട്ടാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. സോ നമുക്കറിയാം പല ടൈപ്സ് ഓഫ് ഒഫൻസസ് ഉണ്ട്. അതിനകത്ത് വൺ ടൈപ്പാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് അഗൻസ്റ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡീനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഒഫൻസുകൾ ഉണ്ട്. അത് ഏതൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് കൾപ്പബിൾ ഹോമിസൈഡ്. കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറയുന്നത് BNS സെക്ഷൻ 100 കൾപ്പബിൾ ഹോമിസൈഡ് എന്താന്നുള്ളത് പറയുന്നത്. ഓക്കെ, എന്താണ് കൾപ്പബിൾ ഹോമിസൈഡിൽ പറയുന്നത്? If someone causes another person's death by intending to cause death or intending to cause serious injury that could lead to death or knowing that their actions are likely to cause death, then that person has committed the crime of culpable homicide. അതായത് ഒരു പേഴ്സൺ മറ്റൊരു പേഴ്സന്റെ ഡെത്ത് സംഭവിക്കും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു. ഓക്കെ, അതായത് ഇപ്പൊ നമുക്കറിയാം ഒരാൾ ഇങ്ങനെ ഡെത്ത് സംഭവിപ്പിക്കുന്ന ഒരാളെ അടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്കറിയാം. ഇപ്പൊ തലയ്ക്ക് അടിക്കുകയോ അല്ലെങ്കിൽ ഇപ്പൊ ശ്വാസം മുട്ടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം അയാൾ മരിക്കാൻ ചാൻസ് ഉണ്ടെന്ന് അറിയാം. അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ആ പേഴ്സന്റെ മേത്ത് വരുത്തിക്കുക. സോ ആൻഡ് അപ്പോഴും നമുക്കറിയാം അത്രയും വലിയ ഇഞ്ചുറിയാണ് നമ്മൾ അയാൾക്ക് കൊടുക്കുന്നത്. സോ അതിൽ നിന്ന് അയാൾക്ക് ഡെത്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. ഓർ നോയിങ് ദാറ്റ് their actions are likely to cause death. അതായത് നമ്മൾ ചെയ്യുന്ന ആ ഒരു ആക്ഷന്റെ ഫലമായിട്ട് മറ്റൊരു പേഴ്സന്റെ ഡെത്ത് സംഭവിക്കാം എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു, then that person has committed the crime of culpable homicide. അപ്പോഴാണ് പറയുന്നത് ആ ഒരു പേഴ്സൺ culpable homicide എന്നുള്ളൊരു ഒഫൻസ് ചെയ്തതായിട്ട്. ഇനി അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കുമ്പോൾ മനസ്സിലാവും. A covers a pit with sticks and mud, intending to kill someone or knowing it might cause death. Z steps on it, falls in and dies. A is guilty of culpable homicide because he intended or knew death could happen. അതായത് ഇവിടെ എ എന്ത് ചെയ്യുകയാണ്? അവിടെ ഒരു കുഴി ഉണ്ടായിരുന്നു, ഒരു പിറ്റ് ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് കുറച്ച് സ്റ്റിക്കും, അതായത് കുറച്ച് വടികളും അല്ലെങ്കിൽ കുറച്ച് മണ്ണൊക്കെ എടുത്തു വെച്ച്, വടിയും മണ്ണൊക്കെ എടുത്തു വെച്ച് അതിന്റെ മേലെ വെച്ചു. സോ ദാറ്റ് ആൾക്കാർക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല അവിടെ അങ്ങനെ ഒരു പിറ്റ് ഉണ്ട് എന്നുള്ളത്, ആൾക്കാർക്ക് മനസ്സിലാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് മൂപ്പറുടെ ഉദ്ദേശം അങ്ങനെ ചെയ്യുന്നതിലൂടെ അയാളുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ അതിൽ ആരെങ്കിലും വന്ന് വീഴണം ആൻഡ് അവര് മരിക്കണം, ആ ഒരു ഉദ്ദേശത്തിലോട് കൂടി തന്നെ ആയിരുന്നു. അങ്ങനെ ഇതൊന്നും അറിയാണ്ട് സി വന്ന് ആ കുഴിയിൽ വീണ് അയാൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എ എന്തിന് ഗിൽട്ടി ആയിരിക്കും? കൾപ്പബിൾ ഹോമിസൈഡിന് ഗിൽട്ടി ആയിരിക്കും എ. അതാണ് ഫസ്റ്റ് ഇല്ലസ്ട്രേഷൻ. സെക്കൻഡ് ഇല്ലസ്ട്രേഷൻ നോക്കുകയാണെങ്കിൽ A knows Z is hiding behind a bush. B doesn't know this. A tricks B into shooting at the bush and Z is killed. A is guilty of culpable homicide even if B is not, because A intended to knew death could happen. ഇവിടെ എയും ബിയും കൂടി മേ ബി ഹണ്ടിങ്ങിനോ അങ്ങനെ എന്തിനെങ്കിലും ഇറങ്ങിയതായിരിക്കണം. ആ സമയത്ത് എനറിയാം എന്താണ് സി ബുഷിന്റെ ബാക്കിൽ ഒളിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം എനറിയാം, പക്ഷെ ബിക്ക് ഇതൊന്നും അറിയില്ല. അപ്പം എ ബിനോട് പറയാണ് ബുഷിന്റെ ബാക്കിൽ ഷൂട്ട് ചെയ്യാൻ പറയാണ്. ആൻഡ് ഹി ന്യൂസ് ദാറ്റ് എന്ത് സി അതിന്റെ ബാക്കിൽ ഇരിപ്പുണ്ടെന്നുള്ള കാര്യവും എക്ക് അറിയാമായിരുന്നു. അങ്ങനെ ബി അവിടെ ഷൂട്ട് ചെയ്യും. അപ്പൊ ആര് മരിക്കും? അവിടെ സി മരിച്ചു. ഇവിടെ എ എന്താണ്? എ ഈസ് ഗിൽട്ടി ഓഫ് കൾപ്പബിൾ ഹോമിസൈഡ്. ഈവൻ ഇഫ് ബി അതിന്റെ ഗിൽട്ടി ആയില്ലെങ്കിൽ കൂടിയും എ അവിടെ ഗിൽട്ടി ആവും. കാരണം എന്താണ്? ബിക്കോസ് ഹി ഹാഡ് ദ ഇന്റൻഷൻ ടു കിൽ ബി. കാരണം ആ ഒരു ഇന്റൻഷൻ വെച്ചിട്ടായിരിക്കുമല്ലോ ബിനോട് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ അതാണ് കൾപ്പബിൾ ഹോമിസൈഡ്. അടുത്തൊരു ഇല്ലസ്ട്രേഷൻ ആണ്. എ ഷൂട്ട്സ് അറ്റ് എ ബേർഡ് ടു കിൽ ആൻഡ് സ്റ്റീൽ ഇറ്റ് ബട്ട് ആക്സിഡന്റലി കിൽസ് ബി who was hiding behind a bush. A didn't knew B was there. A is not guilty of culpable homicide because he had no intention or knowledge that his act could cause someone's death. ഇവിടെ എന്താന്ന് വെച്ചാല് എ എന്ത് ചെയ്യുകയാണ്? ഒരു ബേർഡിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ബേർഡിനെ ഷൂട്ട് ചെയ്ത് അതിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഇന്റൻഷനിലാണ് അയാള് തോക്കെടുത്തിട്ട് വെടിവെച്ചത്. പക്ഷെ ആക്സിഡന്റലി എന്ത് സംഭവിച്ചു? ആ വെടി പോയിട്ട് ബിന്റെ മേളിലാണ് കൊണ്ടത്. അപ്പോ അങ്ങനെ ബി അവിടെ മരിച്ചു. അപ്പൊ ഇവിടെ എ എന്തല്ല? എ ഇസ് നോട്ട് ഗിൽട്ടി ഓഫ് കൾപ്പബിൾ ഹോമിസൈഡ് ബിക്കോസ് അവിടെ എക്ക് എന്തുണ്ടായിരുന്നില്ല? ഹി ഹാഡ് നോ ഇന്റൻഷൻ ടു കിൽ ബി. ബീനെ കൊല്ലണം എന്നുള്ള ഇന്റൻഷൻ എക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എ ഇസ് നോട്ട് ഗിൽട്ടി ഓഫ് കൾപ്പബിൾ ഹോമിസൈഡ്. ഓക്കെ, അതാണ് കൾപ്പബിൾ ഹോമിസൈഡിനെ പറ്റിയിട്ട് പറയുന്നത്. സോ കൾപ്പബിൾ ഹോമിസൈഡിൽ മെയിൻ ആയിട്ട് എന്താ വേണ്ടത്?
ഇന്റൻഷൻ ആണ് വേണ്ടത്. ഇനി അതിന്റെ പണിഷ്മെന്റ് നമുക്ക് നോക്കാം. പണിഷ്മെന്റ് ഫോർ കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ, സെക്ഷൻ 102. മർഡറും കൾപ്പബിൾ ഹോമിസൈഡും രണ്ടും രണ്ടാണ്. മർഡർ വരുമ്പം അയാൾക്ക് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ഇന്റൻഷൻ വേണം. അപ്പം മർഡർ ഈസ് മോർ സീരിയസ് ദാൻ കൾപ്പബിൾ ഹോമിസൈഡ്. കൾപ്പബിൾ ഹോമിസൈഡിനെ കാട്ടിയും സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ആണ് മർഡർ എന്ന് പറയുന്നത്. അപ്പൊ ചിലപ്പോൾ ഒരാൾ കൊന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കൾപ്പബിൾ ഹോമിസൈഡ് ആണോ മർഡർ ആണോ എന്ന് നമ്മൾ നോക്കിയിട്ടായിരിക്കും അയാൾക്ക് അതിനുള്ള പണിഷ്മെന്റ് കൊടുക്കുന്നത്. സോ ഇവിടെ നമ്മൾ പറയുന്നത് കൾപ്പബിൾ ഹോമിസൈഡിന്റെ പണിഷ്മെന്റ്സ് ആണ്. ഇൻ സെക്ഷൻ 105 ഓഫ് BNS-ലാണ് എന്താണ് കൾപ്പബിൾ ഹോമിസൈഡ് എന്ന്, കൾപ്പബിൾ ഹോമിസൈഡിന്റെ പണിഷ്മെന്റ് എന്താന്ന് പറയുന്നത്. Commits culpable homicide that is not murder, they can be punished in 2 ways depending on their intention. അപ്പം ഒരാള് മറ്റൊരാളുടെ കൊല്ലുകയാണ്, പക്ഷെ അത് കൾപ്പബിൾ ഹോമിസൈഡ് ആണ്, മർഡർ അല്ല എന്നുണ്ടെങ്കിൽ അയാളെ നമുക്ക് 2 രീതിയിൽ പണിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, അയാളുടെ ഇന്റൻഷൻ നോക്കിയിട്ടാണ് ഈ 2 രീതിയിൽ നമ്മൾ അയാളെ പണിഷ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്താന്ന് വെച്ചാൽ, if they intended to cause death or intended to cause serious injury likely to cause death, then can be punished with a life imprisonment or imprisonment between 5 to 10 years plus a fine. അതായത് അയാൾക്ക് അടുത്ത ആൾ, ഇപ്പം എ എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് ബീനെ കൊല്ലണം എന്നുള്ള ഇന്റൻഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മരണം സംഭവിക്കാനും മാത്രം എന്തെങ്കിലും സീരിയസ് ആയിട്ട് ഒരു ഇഞ്ചുറി അയാളുടെ മേലെ എത്തിക്കണം എന്നുള്ളൊരു, അതായത് ഒരു ഇഞ്ചുറി പറ്റിക്കണം എന്നുള്ളൊരു ഇന്റൻഷൻ എക്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ആണ് അയാൾ ചെയ്തതെന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്ന് വെച്ചാല് ലൈഫ് ഇംപ്രിസൺമെന്റ്, അതായത് ജീവപര്യന്തമായിരിക്കും, അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റ് ബിറ്റ്വീൻ 5 to 10 years ആണ്, പ്ലസ് അയാൾ ഫൈനും അടയ്ക്കേണ്ടി വരും. അപ്പൊ ഫസ്റ്റ് ഇന്റൻഷൻ എന്താണ്? ടു കോസ് ഡെത്ത് ഓർ ഇന്റൻഡഡ് ടു കോസ് സീരിയസ് ഇഞ്ചുറി ലൈക്ലി ടു കോസ് ഡെത്ത്. ആ സീരിയസ് ഇഞ്ചുറി കാരണം അയാൾക്ക് എന്ത് സംഭവിക്കും? ഡെത്ത് സംഭവിക്കും എന്ന ഉറപ്പുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇന്റൻഷനോട് കൂടി ഒരാളെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് ആണ് ലൈഫ് ഇംപ്രിസൺമെന്റ്, അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റ് ബിറ്റ്വീൻ 5 to 10 years പ്ലസ് ഫൈനും അയാൾ അടയ്ക്കേണ്ടി വരും. രണ്ടാമത്തതാണ്, if they only knew their act was likely to cause death but had no intention to cause death or serious injury. അതായത് ഇപ്പൊ എനിക്കറിയാം ഞാൻ ഒരാളുടെ തലയ്ക്ക് അടിച്ചാൽ അയാൾ മരിക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് എനിക്കറിയാം, പക്ഷെ ഞാൻ അടിക്കുന്ന സമയത്ത് അയാളെ കൊല്ലണം അല്ലെങ്കിൽ അയാളുടെ ഡെത്ത് സംഭവിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ അടിച്ചിട്ടുള്ളത്. സോ ദാറ്റ് ദർ ഇസ് നോ ഇന്റൻഷൻ, എനിക്ക് അവിടെ ഇന്റൻഷൻ ഉണ്ടായിരുന്നില്ല, പക്ഷെ അയാളുടെ തലയ്ക്ക് അടിച്ചു ആൻഡ് എനിക്കറിയാം തലയ്ക്ക് അടിച്ചാൽ അയാൾ മരിക്കും എന്നുള്ളതും അറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ they can be punished with up to 10 years of imprisonment and a fine. അപ്പം അവർക്ക് കിട്ടുന്ന ശിക്ഷ എന്ന് വെച്ചാൽ 10 വർഷം വരെ തടവും അതുപോലെ തന്നെ ഫൈനും കിട്ടും. മറ്റടുത്ത് ഇന്റൻഷനോട് കൂടിയാണെന്നുണ്ടെങ്കിൽ അവിടെ ലൈഫ് ഇംപ്രിസൺമെന്റും കൂടി ആഡ് ചെയ്യും. ഇവിടെ എന്താണ്? ഇവിടെ 10 years വരെ ഇംപ്രിസൺമെന്റ് ആണ് പറയുന്നത്, പിന്നെ ഫൈനും ഉണ്ട്. അതാണ് പണിഷ്മെന്റ്. ഇനി നെക്സ്റ്റ് ഒഫൻസ് ആണ് മർഡർ. മർഡർ BNS-ൽ പറയുന്നത് സെക്ഷൻ 101 ഓഫ് BNS-ലാണ് മർഡറിനെ പറ്റിയിട്ട് പറയുന്നത്. A person is guilty of murder if they cause death in any of the following ways. അതായത് മറ്റൊരു പേഴ്സണെ അവർ കൊല്ലുകയാണ് in following ways. ഏതൊക്കെയാണ്? They intended to cause death. അവർക്ക് മറ്റേ പേഴ്സണെ കൊല്ലണം എന്നുള്ള ഇന്റൻഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ they intended to cause serious injury and they knew that this injury was likely to cause death. അപ്പൊ കൾപ്പബിൾ ഹോമിസൈഡിന്റെ ഏകദേശം സെയിം ഇതെന്നാണ് ഇവിടെയും വരുന്നത്, കണ്ടീഷൻ ആണ് ഇവിടെയും വരുന്നത്. They intended to cause serious injury and they knew that this injury was likely to cause death. ഒരു സീരിയസ് ഇഞ്ചുറി വരുത്തിക്കണം എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു, ആൻഡ് ആ ഇഞ്ചുറി കാരണം അയാൾ മരിക്കും എന്നുള്ളതും ഇവർക്ക് അറിയാമായിരുന്നു. They intended to cause injury and that injury was serious enough that it could normally cause death. അതായത് നോർമലി ഒരാളുടെ ഡെത്ത് സംഭവിക്കാനും മാത്രം സാധ്യതയുള്ളൊരു ഇഞ്ചുറി ആണത്. അതായത് ഇപ്പം തലക്കടിക്കുന്ന എക്സാമ്പിൾ തന്നെ എടുത്താൽ മതി. നമുക്കറിയാം ഒരാൾ തലക്കടിച്ചാൽ നോർമലി ഇപ്പൊ ഒരു മറ്റേ ഭാരമുള്ള എന്തെങ്കിലും സ്റ്റിക്കോ അല്ലെങ്കിൽ കല്ലോ എടുത്തിട്ട് ഒരാളെ തലക്കടിച്ചാൽ അയാൾ മരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. അത് അറിഞ്ഞിരുന്നിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാലും അത് മർഡറിന്റെ അണ്ടറിൽ വരും. They knew their act was extremely dangerous and would probably cause death or serious injury, but they did it anyway without any valid reason. അതായത് ഒരു സെൽഫ് ഡിഫെൻസോ അങ്ങനെ ഒന്നും അല്ലാണ്ട് ഒരു വാലിഡ് റീസൺ ഇല്ലാതാണ് ഒരാളെ കൊല്ലാൻ വേണ്ടി അല്ലെങ്കിൽ അയാൾക്ക് സീരിയസ് ഇഞ്ചുറി സംഭവിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്തതെന്നുണ്ടെങ്കിൽ അതൊക്കെ മർഡറിന്റെ അണ്ടറിൽ വരുന്നതായിരിക്കും. അതിന്റെ കുറച്ച് ഇലിസ്ട്രേഷൻസ് ആണ്.
A shoots Z intending to kill him and Z dies. A is guilty of murder. A എന്ത് ചെയ്യാണ്? Zനെ ഡയറക്റ്റ് ഷൂട്ട് ചെയ്യാണ്. അയാളെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഷൂട്ട് ചെയ്തു. അവിടെ Z മരിച്ചു. A എന്താണ്? ഹിയർ ഗിൽറ്റി ഓഫ് മർഡർ ആണ്. രണ്ടാമത്തെ ഇലുസ്ട്രേഷൻ ആണ്. A knows Z has a serious illness and hits him, intending to cause injury. Z dies from the blow. A is guilty of murder because he knew Z's condition made the injury more dangerous. അതായത് എക്ക് അറിയാം സി എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് ഒരു സീരിയസ് ആയിട്ട് ഒരു ഇൽനെസ് ഉണ്ട്. അതായത് അയാൾക്ക് തീരെ ശേഷിയില്ല, ആകെ കുഴഞ്ഞു വാടി അങ്ങനെ നടക്കുന്ന ഒരാളാണ്, കാരണം ഈ വയ്യാത്തത് കൊണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എ പോയിട്ട് സീന് ഒരു അടി കൊടുത്തു. ആ അടിയിൽ എന്താണ്? ഓൾറെഡി വയ്യാതിരിക്കുന്നത് കൊണ്ട് സി മരിച്ചുപോയി. അപ്പൊ ഇവിടെ എ എന്താണ്? ഹി ഈസ് ഗിൽറ്റി ഓഫ് മർഡർ. കാരണം എക്ക് അറിയാമായിരുന്നു ദാറ്റ് സീനെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് വയ്യാതിരിക്കുന്നത് കൊണ്ട് അയാള് മരിക്കും എന്നുള്ളത് എക്ക് അറിയായിരുന്നു. സോ അവളുടെ എന്താണ് ആ ഒരു ഇന്റൻഷനിൽ തന്നെയാണ് സീനെ അടിച്ചിട്ടുള്ളത്. ഇഫ് ഇൻ കേസ് എക്ക് അറിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, അതായത് സീ ഇങ്ങനെ വയ്യാണ്ടിരിക്കുകയാണെന്ന് അറിയില്ല, ആൻഡ് നോർമലി ഇപ്പൊ അങ്ങനെ ഒരു അടി അടിച്ചാൽ ഒരു നോർമൽ ഹെൽത്തി പേഴ്സൺ മരിക്കില്ല, കാരണം അങ്ങനത്തെ ഒരു ചെറിയ അടിയാണ്, അല്ലെങ്കിൽ അത്രയും മരിക്കാനും മാത്രമുള്ള അടിയല്ല കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എ എന്തല്ലായിരുന്നേനെ? മർഡറിന് ഗിൽറ്റി ആവൂലായിരുന്നു. പക്ഷെ ഇവിടെ എന് അറിയാവുന്നോണ്ടാണ് എ ഈസ് ഗിൽറ്റി ഓഫ് മർഡർ. ഇവിടെ താഴെ പറയുന്നുണ്ട്, but if A did not know about disease illness and the blow would not normally cause death in a healthy person. ഒരു ഹെൽത്തി പേഴ്സൺ അങ്ങനെ അടിച്ചാൽ അയാൾ പെട്ടെന്ന് മരിക്കൊന്നും ഇല്ല, അങ്ങനത്തെ ഒരു അടിയാണ് അടിച്ചിട്ടുള്ളത്. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ എ ഈസ് നോട്ട് ഗിൽറ്റി ഓഫ് മർഡർ അൺലെസ് ഹി ഇന്റൻഡഡ് ടു കോസ് ഡെത്ത് ഓർ സീരിയസ് ഇഞ്ചുറി ലൈക്ലി ടു കോസ് ഡെത്ത്. അങ്ങനെ ഒരു ഇന്റൻഷനോട് കൂടി അല്ല ചെയ്തിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ അയാൾ അവിടെ ഗിൽറ്റി ആകൂലായിരുന്നു എന്നാണ് പറയുന്നത്. അടുത്തൊരു ഇലുസ്ട്രേഷൻ ആണ്. A hits Z with a sword or club, causing an injury that is normally enough to cause death. Z dies. A is guilty of murder even if he didn't specifically want Z to die. അതായത് എ എന്ത് ചെയ്യാണ്? ഒരു സ്വാഡ്, ഒരു മറ്റേ വാള് വെച്ചിട്ട് സീനെ ഹിറ്റ് ചെയ്യാണ്. ആൻഡ് ഇവിടെ എന്ത് സംഭവിച്ചു? നോർമലി ഒരാളെ വാള് വെച്ചിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ മരിക്കൂലോ. അങ്ങനെ സി മരിച്ചു. ഇവിടെ എന്താണ്? എ ഈസ് ഗിൽറ്റി ഓഫ് മർഡർ ആണ്. ഈവൻ ഇഫ് എക്ക് സീനെ കൊല്ലണം എന്ന് ഉദ്ദേശം, അല്ലെങ്കിൽ സീനെ തന്നെ കൊല്ലണം എന്നുള്ള ഉദ്ദേശം ഇല്ലെങ്കിൽ കൂടിയും നോർമലി എല്ലാ മനുഷ്യന്മാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു വാളെടുത്തിട്ട് ഒരാളെ കുത്തുകയോ അല്ലെങ്കിൽ വെട്ടുകയോ ചെയ്യുകയാണെങ്കിൽ അയാൾ മരിക്കും എന്നുള്ളത്. സോ ഹിയർ എ ഈസ് ഗിൽറ്റി ഓഫ് മർഡർ ആണ്. നെക്സ്റ്റ് വൺ. A fires a cannon into a crowd without any reason and someone dies. A is guilty of murder even if he didn't aim at any specific person because the act was extremely dangerous. A എന്ത് ചെയ്യാണ്? ഒരു ക്രൗഡിന്റെ നേരെ ഫയർ ചെയ്യാണ്. ആൻഡ് അയാൾക്ക് ഒരു സ്പെസിഫിക് ആയിട്ട് ആരെയും കൊല്ലണം എന്നുള്ള ഇന്റൻഷൻ ഒന്നും ഇല്ല. അയാള് ആൾക്കാരെ കൊല്ലണം എന്നുള്ള ഇന്റൻഷൻ ആയിരിക്കണം, പക്ഷെ സ്പെസിഫിക്കലി ഒരാളെ കൊല്ലണം എന്നായിരിക്കൂല അയാൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പം അതിനകത്ത് ആ ക്രൗഡിനകത്ത് ആരെങ്കിലും മരിക്കുകയാണെന്നുണ്ടെങ്കിൽ എ വിൽ ബി ഗിൽറ്റി ഓഫ് മർഡർ ആയിരിക്കും. ബിക്കോസ് അയാൾ ചെയ്ത ആ ഒരു ആക്ട് എന്താണ്? എക്സ്ട്രീംലി ഡേഞ്ചറസ് ആയിട്ടുള്ള ആക്ട് ആണ്. അതുകൊണ്ട് അത്രയാണ് മർഡർ. ഇനി മർഡറിന്റെ പണിഷ്മെന്റ് നോക്കാം. സെക്ഷൻ 103 ഓഫ് BNS-ലാണ് പണിഷ്മെന്റ് ഫോർ മർഡർ പറയുന്നത്. എനിവൺ ഹു കമ്മിറ്റ്സ് മർഡർ can be punished with death or life imprisonment and may also have to pay a fine. അതായത് മർഡർ കമ്മിറ്റ് ചെയ്യുന്ന ഏതൊരു പേഴ്സണും കിട്ടുന്ന പണിഷ്മെന്റ് എന്താണ്? അയാൾക്കൊന്നെങ്കിൽ ഡെത്ത് പെനാൽറ്റി അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെന്റ് ആയിരിക്കും കിട്ടുന്നത്. ആൻഡ് ഓൾസോ അയാൾ ഫൈനും പേ ചെയ്യേണ്ടതായിട്ട് വരും. സോ വിച്ച് മീൻസ് എന്താണ്? മർഡർ എന്ന് പറഞ്ഞത് ഒരു സീരിയസ് ഒഫൻസ് ആണ് ഉള്ളത്. നമുക്ക് ആ പണിഷ്മെന്റ് നോക്കിയാൽ മനസ്സിലാവും. അടുത്തൊരു സെക്ഷൻ ഉണ്ട്, മോബ് ലീച്ചിങ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ആണ്. സെക്ഷൻ 103 ക്ലോസ് 2. ഈ സെക്ഷൻ 103ന്റെ ഒരു സബ് സെക്ഷൻ ആയിട്ടാണ് ഈ മോബ് ലീച്ചിങ് വരുന്നത്. മോബ് ലീച്ചിങ്ങിൽ പറയുന്നത്, if 5 or more people commit murder together based on reasons like a race, caste, religion, gender, birthplace, language, personal beliefs, or anything similar, then each person in the group can be punished with a death or life imprisonment and a fine. അതായത് 5 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആൾക്കാര് മറ്റൊരാളുടെ മർഡർ നടത്തണം, അതായത് മറ്റൊരാളെ കൊല്ലുകയാണ്. എന്തിന്റെ ബേസിലാണ് അയാളെ കൊല്ലുന്നത്? ഇപ്പൊ ആ കൊല്ലാനുള്ള റീസൺ എന്ന് പറയുന്നത് ആ ഒരു വിക്ടിം, ആ മരിക്കപ്പെട്ട ആളുടെ
റേസോ, കാസ്റ്റ്, റിലീജിയൻ, ജെൻഡർ, ബർത്ത് പ്ലേസ്, ലാംഗ്വേജ്, പേഴ്സണൽ ബിലീഫ്, അങ്ങനെ എന്തെങ്കിലും കാരണമാണ്. അത് നമുക്ക് അതിന്റെ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ജാതി, കാസ്റ്റിന്റെ പേരിൽ ഈ താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരൊക്കെ കൂട്ടത്തോടെ ആൾക്കാര് എന്താ തല്ലിയൊക്കെ കൊല്ലൂലേ, അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മോബ് ലീച്ചിങ് എന്നായിരിക്കും പറയുന്നത്. ആ ഒരു ഒഫൻസിന്റെ പേരാണ് മോബ് ലീച്ചിങ്. ആൻഡ് അതിന്റെ പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഓരോ പേഴ്സണും, ഇപ്പം 5 പേരാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ 5 പേരിൽ ഓരോ ആൾക്കാർക്കും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പണിഷ്മെന്റ് കൊടുക്കുന്നതായിരിക്കും. ക്യാൻ ബി പണിഷ്ഡ് വിത്ത് എന്താണ്, ഡെത്ത് ഓർ ലൈഫ് ഇംപ്രിസൺമെന്റ് ആൻഡ് എ ഫൈൻ ആണ് അവർക്ക് കിട്ടുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് സെക്ഷൻ 103. ഇനി അടുത്ത സെക്ഷൻ ആണ് സെക്ഷൻ 102. 102 പറയുന്നത് കൾപ്പബിൾ ഹോമിസൈഡ് ബൈ കോസിങ് ഡെത്ത് ഓഫ് പേഴ്സൺ അതർ ദാൻ പേഴ്സൺ ഹൂസ് ഡെത്ത് വാസ് ഇന്റൻഡഡ്. അതായത് ഞാന് ഇപ്പം എ എന്ന് പറഞ്ഞൊരു പേഴ്സണെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു കാര്യം ചെയ്തത്, പക്ഷെ ആക്സിഡന്റലി എക്ക് പകരം മറ്റൊരു പേഴ്സൺ, ഇപ്പൊ ബി മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്താന്ന് നോക്കാം. If someone does something intending or knowing it could cause someone's death, but it ends up killing a different person, not the one they meant or expected, it is still culpable homicide, and the crime is treated the same as if the person he meant to kill had actually died. അപ്പം അതെന്താണ്, അതും കൾപ്പബിൾ ഹോമിസൈഡിന്റെ അണ്ടറിൽ തന്നെ വരും. കാരണം എന്തൊക്കെയായാലും എനിക്ക് ഒരാളെ കൊല്ലാനുള്ള റൈറ്റ് ഇല്ല. സോ ഞാന് ഇപ്പം എനെ കൊല്ലാനായാലും അതെന്താണ്, ദാറ്റ് ഇസ് ഓൾസോ റോങ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം എനെ കൊല്ലാൻ നോക്കിയിട്ട് പക്ഷെ അബദ്ധത്തിൽ ബി ആണ് മരിച്ചതെങ്കിൽ കൂടിയും അവിടെ എനിക്ക് എന്താണ്, ഞാൻ കൾപ്പബിൾ ഹോമിസൈഡിന് ഗിൽട്ടി ആയിരിക്കും. ആൻഡ് ഓൾസോ അവിടെ എനിക്ക് എങ്ങനെയായിരിക്കും ശിക്ഷ കിട്ടുന്നത്, എ മരിച്ച പോലെ തന്നെ ആയിരിക്കും. എനെപ്പം ഞാൻ കൊന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്ത് ശിക്ഷയാണോ കിട്ടുന്നത് ആ സെയിം ശിക്ഷയായിരിക്കും എനിക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, അതാണ് culpable homicide by causing death of person other than person whose death was intended. അപ്പൊ culpable homicideന്റെ ശിക്ഷ എന്താണോ അത് തന്നെ ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. നെക്സ്റ്റ് ഈസ് പണിഷ്മെന്റ് ഫോർ മർഡർ ബൈ ലൈഫ് കൺവിക്ട്. അതായത് ലൈഫ് കൺവിക്ട് എന്ന് പറഞ്ഞാൽ ആരാണ്, ഓൾറെഡി ഇപ്പൊ നമ്മൾ റീസെന്റ് കേട്ടിട്ടുള്ളൊരു കേസ് ഉണ്ടായിരുന്നു. ഇപ്പോ എന്താ മറ്റേ ഗോവിന്ദചാമി പറഞ്ഞത് ഇനി എനിക്ക് എന്ത് കിട്ടാനാണെന്നുള്ള ഉദ്ദേശത്തിൽ മുപ്പര് ജയിലിൽ ചാടി പോകുന്നുണ്ടല്ലോ. അത് വേണമെങ്കിൽ ഒരു ഇതായിട്ട് എടുക്കാം. പണിഷ്മെന്റ് ഫോർ മർഡർ ബൈ ലൈഫ് കൺവിക്ട്, ഓൾറെഡി ഒരു ജീവപര്യന്തം അല്ലെങ്കിൽ എന്തെങ്കിലും അത്രയും വലിയ ശിക്ഷ ആക്കിയിട്ടുള്ള ഒരാള് പിന്നെയും പോയിട്ടൊരു കുറ്റം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സെക്ഷൻ 104 പറയുന്നത്. ഇഫ് എ പേഴ്സൺ ഹു ഈസ് ഓൾറെഡി സെന്റൻസ്ഡ് ടു ലൈഫ് ഇംപ്രിസൺമെന്റ് കമ്മിറ്റ്സ് മർഡർ, ഓൾറെഡി ലൈഫ് ഇംപ്രിസൺമെന്റ് വിധിക്കപ്പെട്ട ഒരാൾ പോയിട്ട് മറ്റൊരാളെ മർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ they can be punished with death or life imprisonment for the rest of their natural life, no release. അതായത് ആ ഒരു വ്യക്തിനെ പിന്നെ അയാൾക്ക് കിട്ടുന്ന ശിക്ഷ എന്ന് വെച്ചാൽ ഡെത്ത് അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെന്റ് ഫോർ ദെയർ റെസ്റ്റ് ഓഫ് ദെയർ നാച്ചുറൽ ലൈഫ് ആണ്. അവർ എത്ര നാൾ ജീവിച്ചിരിപ്പുണ്ടോ അത്ര നാളും അയാളെ ജയിലിലിട്ടേക്കും. അതായത് അയാൾക്ക് റിലീസ്, ജയിലിൽ നിന്ന് അയാളെ റിലീസ് ചെയ്യില്ല. അതാണ് അവർക്ക് കിട്ടുന്ന പണിഷ്മെന്റ്. ഓൾറെഡി ലൈഫ് കൺവിക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ പുറത്തിറങ്ങിയിട്ട് മർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ശിക്ഷയാണ് സെക്ഷൻ 104 പറയുന്നത്. നെക്സ്റ്റ് ഈസ് സെക്ഷൻ 106 ആണ് കോസിങ് ഡെത്ത് ബൈ നെഗ്ലിജൻസ്. നെഗ്ലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം നമുക്കറിയാം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പം, അതായത് എന്തെങ്കിലും സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ അത്രയും സൂക്ഷിച്ച് ചെയ്യാണ്ടൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ചെയ്ത് അല്ലെങ്കിൽ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യം അത്രയും കെയർഫുൾനെസ് നമ്മൾ കൊടുക്കാണ്ടിരിക്കുമ്പോഴാണ് അവിടെ നമ്മുടെ നെഗ്ലിജൻസ് വരുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാരണം ഒരാള് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ശിക്ഷയാണ്. If someone causes a person's death by being careless or reckless but without the intention to kill, അതായത് ചിലപ്പോൾ ഒരാളെ കൊല്ലണം എന്നുള്ള ഉദ്ദേശമൊന്നും ഉണ്ടാവില്ല, പക്ഷെ കെയർഫുള്ളി ചെയ്യേണ്ട ഒരു കാര്യം ഭയങ്കര കെയർലെസ് ആയിട്ട് ചെയ്ത് ഒരാളുടെ ഡെത്ത് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പേഴ്സണ് കിട്ടുന്ന ശിക്ഷ എന്താണ്, they can be punished with up to 5 years in jail and a fine. അതായത് 5 വർഷം വരെ തടവും അതുപോലെ തന്നെ ഫൈനും കിട്ടാവുന്ന ഒരു ശിക്ഷയാണത്. ഇനി രണ്ടാമത്തേതാണ്, അതിനകത്ത് ക്ലോസ് 2 ആണ് പറയുന്നത്. ക്ലോസ് 1 ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ക്ലോസ് 2 എന്താ പറയുന്നത്, ഇഫ് someone causes death by rash or negligent driving and then runs away without informing the police or a magistrate, they can be punished with up to 10 years in jail and a fine. അതായത് ഇപ്പൊ അത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കേസാണല്ലേ, റാഷ് ഡ്രൈവിംഗ് അല്ലെങ്കിൽ നെഗ്ലിജന്റ് ഡ്രൈവിംഗ് വഴി ആരെങ്കിലും
ആക്സിഡന്റ് സംഭവിച്ചു, എന്നിട്ട് ഒരു പോലീസിനെയോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിനെയോ ഇൻഫോം ചെയ്യാണ്ട് നമ്മൾ അവിടെ നിന്ന് കടന്നു കളയുകയാണെന്നുണ്ടെങ്കിൽ ആ പേഴ്സണ് കിട്ടുന്ന പണിഷ്മെന്റ് എന്ന് വെച്ചാൽ അപ് ടു 10 years ഇൻ ജയിൽ, 10 വർഷം വരെ തടവും അതുപോലെ തന്നെ ഫൈനും കിട്ടാവുന്ന ഒരു ഒഫൻസ് ആണ് അത്. അതാണ് കോസിങ് ഡെത്ത് ബൈ നെഗ്ലിജൻസ്. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്താലും കെയർഫുൾ ആയിട്ട് വേണം ചെയ്യാൻ. മറ്റൊരു പേഴ്സണെ ചിലപ്പോൾ നമുക്ക് അവിടെ പറയാൻ പറ്റില്ല, നമുക്ക് അയാളെ കൊല്ലാനുള്ള ഇന്റൻഷൻ ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റില്ല ഇഫ് നമ്മളുടെ നെഗ്ലിജൻസ് കാരണമാണ്. ഇപ്പം നമ്മളവിടെ ഫുൾ കെയർഫുൾ ആയിട്ടാണ് ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഓക്കെ നമ്മൾ അത്രയും കെയർഫുൾ ആയിട്ട് ചെയ്തിട്ടാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഡിഫൻസ് എടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ അങ്ങനെയല്ല, നമ്മളുടെ നെഗ്ലിജൻസ് കാരണമാണ് സംഭവിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്കെതിരെ അത് ഒഫൻസ് ആയിട്ട് വരുന്നതായിരിക്കും. നെക്സ്റ്റ് ആണ് അബറ്റ്മെന്റ് ഓഫ് സൂയിസൈഡ് ഓഫ് ചൈൽഡ് ഓർ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്, സെക്ഷൻ 107. അപ്പം BNS സെക്ഷൻ 107 അത് പറയുന്നത്. അബറ്റ്മെന്റ് എന്ന് വെച്ചാൽ നമ്മൾ ആരെങ്കിലും പ്രേരിപ്പിക്കുന്നതിനാണ് അബറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ഇവിടെ ചൈൽഡ് അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് എന്ന് പറയുമ്പോൾ ബൈ ലോ ഈ രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാർക്കും സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പ്രാപ്തിയില്ലാത്ത ആൾക്കാരായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ആൾക്കാരെ അബറ്റ് ചെയ്ത് അവരെ കൊണ്ട് സൂയിസൈഡ് ചെയ്യിപ്പിച്ചാൽ അങ്ങനെ ചെയ്യിപ്പിക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്താണെന്ന് നോക്കാം. If a child, a mentally ill person, someone who is delirious or intoxicated commits suicide, അതായത് ഒരു ചൈൽഡ് അല്ലെങ്കിൽ മെന്റലി സ്റ്റേബിൾ അല്ലാത്ത ഒരാള് അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ഡെലൂറിയസ് എന്ന് വെച്ചാൽ ചിത്തഭ്രമം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇൻടോക്സിക്കേറ്റഡ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഡ്രഗ്സോ അല്ലെങ്കിൽ കള്ളൊക്കെ കുടിച്ചിട്ട് തീരെ ബോധമില്ലാത്ത ഒരാള് എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പ്രാപ്തി ഇല്ലാത്ത ഒരാള്. Then anyone who encourages or helps them to do so, അവരെ ആരെങ്കിലും സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുകയോ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഹെൽപ്പ് ചെയ്ത അല്ലെങ്കിൽ എൻകറേജ് ചെയ്ത ആൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്താണ്? Can be punished with death, life imprisonment or up to 10 years in jail along with the fine. അവർക്ക് ഡെത്ത് പെനാൽറ്റി അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെന്റ് ജീവപര്യന്തം അല്ലെങ്കിൽ 10 വർഷം വരെ തടവും അതിന്റെ കൂടെ തന്നെ ഫൈനും അയാൾ അടയ്ക്കേണ്ടതായിട്ട് വരും. അതാണ് സെക്ഷൻ 107 ഓഫ് BNS. ഇനി നെക്സ്റ്റ് ആണ് അബറ്റ്മെന്റ് ഓഫ് സൂയിസൈഡ്. നമ്മൾ നേരത്തെ പറഞ്ഞത് അബറ്റ്മെന്റ് ഓഫ് സൂയിസൈഡ് ഓഫ് ആരാണ്? ചൈൽഡ് അല്ലെങ്കിൽ അൺസൗണ്ട് മൈൻഡ്. ഇനി നോർമലി ഒരു പേഴ്സന്റെ, കാരണം സൂയിസൈഡ് ചെയ്യുന്നത് എന്താണ്? സൂയിസൈഡ് ചെയ്യുന്നതേ ഒരു ഒഫൻസ് ആണ്. അപ്പോ അതിനെ അബറ്റ് ചെയ്യുന്നതും is also an offense. So if someone commits suicide, anyone who encourages, helps or support them in doing so, അങ്ങനെ ആരെങ്കിലും സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി മറ്റൊരു പേഴ്സണിനെ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുകയോ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്താണ്? അപ് ടു 10 years in jail and fine. 10 വർഷം വരെ തടവും അതുപോലെ തന്നെ ഫൈനും കിട്ടാവുന്ന ശിക്ഷയാണ്. സോ ഇപ്പൊ നമ്മളിപ്പം ഇങ്ങനെ പറയൂലേ, ആരെങ്കിലും സൂയിസൈഡ് ചെയ്യാൻ പോവാന്ന് പറയുമ്പോൾ നീ ഇപ്പൊ എന്തെങ്കിലും ചെയ്യും അല്ലെങ്കിൽ പോയി സൂയിസൈഡ് ചെയ്തോ, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നു, പോയി മരിച്ചൂടെ, അങ്ങനൊക്കെ പറഞ്ഞ് അതൊക്കെ കേട്ടിട്ട് ആൾക്കാർ പോയി സൂയിസൈഡ് ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്? ഇപ്പൊ അവർക്ക് വേണേൽ പറയാം ദാറ്റ് ഇവര് കാരണമാണ് നമ്മൾ സൂയിസൈഡ് ചെയ്തത്, അവര് നമ്മൾ അബറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആക്കാം. ഇല്ലെങ്കിൽ നമ്മള് ഡയറക്ട്ലി എൻകറേജ് ചെയ്യണം, ശരി ഇനിയിപ്പോ എന്തിനാ ജീവിച്ചിട്ട് പോയി മരിച്ചോ എന്നൊക്കെ പറഞ്ഞ അവളെ എൻകറേജ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ഇപ്പം സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ഇപ്പം റോപ്പ് വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പോയിസൺ വാങ്ങിക്കൊടുത്തൊക്കെ ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അബറ്റ്മെന്റിന്റെ അണ്ടറിൽ വരും. നെക്സ്റ്റ് ആണ് അറ്റംപ്റ്റ് ടു മർഡർ. സെക്ഷൻ 109 ഓഫ് BNS അറ്റംപ്റ്റ് ടു മർഡർ വരുന്നത്. അതായത് നമ്മള് മർഡർ ചെയ്ത് മറ്റേ പേഴ്സൺ മരിച്ചിട്ടുണ്ടാവൂല, അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചു, അതിനാണ് അറ്റംപ്റ്റ് ടു മർഡറിൽ വരുന്നത്. സോ അതിന്റെ സെക്ഷൻ 1 നോക്കാം. ഇഫ് എ പേഴ്സൺ ഡസ് സംതിങ് വിത്ത് ദ ഇന്റൻഷൻ ഓർ നോളജ് ദാറ്റ് ഇറ്റ് കുഡ് കോസ് ഡെത്ത് ആൻഡ് വുഡ് ബി കൺസിഡേർഡ് മർഡർ ഇഫ് സമ്മൺ ഡൈഡ്. അതായത് മറ്റൊരാളെ കൊല്ലണം എന്നുള്ള ഇന്റൻഷനോട് കൂടിയായിരിക്കും ഈ പേഴ്സൺ ആ ഒരു കാര്യം, ആ ഒരു ആക്ട് ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ എന്താണ്? നോളജ് ദാറ്റ് ഇറ്റ് കുഡ് കോസ് ഡെത്ത്, അതായത് അറിയാം ഞാൻ ഈ കാര്യം ചെയ്താൽ ഇപ്പൊ ഒരു തോക്കെടുത്ത് വെടിവെച്ചാൽ അയാൾ മരിക്കും എന്നുള്ളത് എനിക്ക് അറിയാം, എന്നിട്ട് ഞാൻ വെടിവെച്ചു. അല്ലെങ്കിൽ ആരെങ്കിലും മരിക്കണം എന്ന് വുഡ് ബി കൺസിഡേർഡ് മർഡർ ഇഫ് സമ്മൺ ഡൈഡ്. അല്ലെങ്കിൽ ഞാൻ ഒരാളെ കൊല്ലാൻ വേണ്ടി നോക്കി, അതിനാണ് അറ്റംപ്റ്റ് ടു മർഡർ എന്ന് പറയുന്നത്. ദേ ക്യാൻ ബി പണിഷ്ഡ് അപ് ടു 10 years in jail and a fine. അതായത് 10 വർഷം വരെ തടവും അതുപോലെ തന്നെ ഫൈനും കിട്ടാവുന്ന ഒരു ശിക്ഷയാണ്. If their act actually causes hurt to someone, they can face life imprisonment or the same punishment above. And
അതായത് ഇപ്പൊ ആ പേഴ്സണ് ഹേർട്ട് സംഭവിച്ചു, അതായത് ഞാൻ ചിലപ്പോൾ ഷൂട്ട് ചെയ്തു, പക്ഷെ ആ വെടി കൊണ്ടിട്ട് അയാൾ മരിച്ചില്ല, പകരം അയാൾക്ക് ഹേർട്ടായി, ലൈക്ക് ഇഞ്ചുറി പറ്റിയിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിലും എനിക്ക് കിട്ടുന്ന ശിക്ഷ എന്താണ്? അവിടെ എന്റെ മേലെ വരുന്ന ഒഫൻസ് എന്ന് പറഞ്ഞത് അറ്റംപ്റ്റ് ടു മർഡർ ആയിരിക്കും വരുന്നത്. സെക്ഷൻ 109 അറ്റംപ്റ്റ് ടു മർഡർ വരെയും ചെയ്യും. എനിക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്തായിരിക്കും? ഒന്നെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെന്റ്, അല്ലെങ്കിൽ മേലെ പറഞ്ഞിട്ടുള്ള അതേ ഒഫൻസ്, അതേ പണിഷ്മെന്റ് എന്താണ്? അപ് ടു 10 years അതുപോലെ തന്നെ ഫൈനും കൊടുക്കേണ്ടതായിട്ട് വരും. അതിന്റെ സെക്ഷൻ 2 ആണ്, if a person committing the act in section 1 is already serving a life sentence, അതായത് ഓൾറെഡി എനിക്കിപ്പോ ഒരു ലൈഫ് സെന്റൻസ് ശിക്ഷ ഉണ്ട്, എനിക്കൊരു ജീവപര്യന്തം പണിഷ്മെന്റ് എനിക്ക് ഓൾറെഡി ഉണ്ട്, എന്നിട്ട് ഞാൻ പിന്നെയും പോയിട്ട് ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ആൻഡ് ദർ ആക്ട് കോസസ് ഹേർട്ട്, ഞാൻ കൊല്ലാൻ ശ്രമിച്ചു ആൻഡ് ആ പേഴ്സണ് ഒന്നെങ്കിൽ ബോഡിലി ഇഞ്ചുറി അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഹേർട്ട് സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ they can be punished with death or life imprisonment for the rest of their natural life. അപ്പം ആ പേഴ്സണ് കിട്ടുന്ന പണിഷ്മെന്റ് എന്താണ്? ഡെത്ത് പെനാൽറ്റി അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെന്റ് ഫോർ ദ റെസ്റ്റ് ഓഫ് ദെയർ നാച്ചുറൽ ലൈഫ്, ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരും. അതിന്റെ കുറച്ച് എക്സാമ്പിൾ ആണ്, A shoots at Z with the intention to kill. Even if Z doesn't die, A can still be punished under this section because the act could lead to murder. അതായത് എ എന്ത് ചെയ്തു? സീനെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സീന്റെ നേരെ ഷൂട്ട് ചെയ്തു. പക്ഷെ ഇവിടെ സീ മരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടിയും എന്താണ്? എനെ നമുക്ക് അറസ്റ്റ് ചെയ്ത് പണിഷ് ചെയ്യാൻ പറ്റും. അണ്ടർ ദി ഒഫൻസ് എന്താണ്? അറ്റംപ്റ്റ് ടു മർഡർ ആണെന്ന് പറഞ്ഞിട്ട്. രണ്ടാമത്തേതാണ്, A leaves a small child alone in a desert to cause its death. Even if the child doesn't die, A has committed the offense because the act shows an intention to kill. A ഒരു ചെറിയ കുട്ടീനെ എന്ത് ചെയ്യാണ്? ഡെസേർട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ട് പോവാണ്. അപ്പൊ നമുക്കറിയാം, അങ്ങനെ ഒരു കുട്ടീനെ ഒറ്റയ്ക്ക് ഡെസേർട്ടിലാക്കി പോകുന്നത്, അവിടെ ആകുമ്പോൾ ഫുഡോ വെള്ളമോ ഒന്നും കിട്ടില്ല, ആ കുട്ടീനെ കൊല്ലാൻ വേണ്ടി ഇടുന്നതെന്ന് നമുക്കറിയാം. ഈവൻ ഇഫ് ആ ചൈൽഡ് മരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടിയും ഏനെ അവിടെ എന്ത് ചെയ്യും? നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റും. എന്ത് ഒഫൻസ് അയാൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്? ദ ഒഫൻസ് അറ്റംപ്റ്റ് ടു മർഡറിന്റെ അണ്ടറിൽ നമുക്ക് അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. Then A plans to kill Z and buys a gun. This alone is not an offense yet. അതായത് എ എന്ത് ചെയ്യാണ്? സീനെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു ഗണ്ണ് വാങ്ങി. പക്ഷെ ജസ്റ്റ് ആ ഗണ്ണ് വാങ്ങി എന്നും പറഞ്ഞിട്ട് നമുക്ക് അറ്റംപ്റ്റ് ടു മർഡർ അയാളുടെ മേലെ ആക്കാൻ പറ്റില്ല. എപ്പോഴേ നമുക്ക് ആ ഒരു ഒഫൻസ് അയാളുടെ മേലിൽ ആക്കാൻ പറ്റുള്ളൂ? Once A fires the gun at Z, he commits the offense. If Z is hurt, A can face harsher punishment. അതായത് അയാള് സിയുടെ നേർക്ക് നോക്കി ഫയർ ചെയ്തു, ഗണ്ണ് ഫയർ ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഓക്കെ അവിടെ അറ്റംപ്റ്റ് ടു മർഡർ ആയെന്ന് പറയാൻ പറ്റും. ആൻഡ് ഇഫ് സിക്ക് എന്തെങ്കിലും ഹേർട്ട് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് കുറച്ചും കൂടി ഹാർഷർ പണിഷ്മെന്റ് ആയിരിക്കും കിട്ടുന്നത്. അടുത്തതാണ്, D plans to poison Z and prepares poisoned food but keeps it with himself. അതായത് എ എന്താണ്? സീന് ഫുഡില് പോയിസൺ ചെയ്ത് കൊല്ലാൻ വേണ്ടി നോക്കാണ്. അപ്പൊ പക്ഷെ ഇയാള് പോയിസൺ വാങ്ങി ചിലപ്പോ ഫുഡില് മിക്സ് ചെയ്തിട്ട് എന്റെ കയ്യിൽ തന്നെ വെക്കാണ്. അതായത് സീന് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്താകില്ല? ഒരു ഒഫൻസ് ആകില്ല. എപ്പം ഈ ഫുഡ് എടുത്ത് സീന്റെ മുന്നിൽ കൊണ്ടുവെക്കുന്നോ അല്ലെങ്കിൽ ടേബിളിന്റെ പുറത്ത് കൊണ്ടുവച്ച് അല്ലെങ്കിൽ സീന്റെ സെർവന്റിന്റെ കയ്യിൽ കൊടുത്തു വിടാണ്, ഓക്കെ ഇത് സീന് കൊണ്ട് കൊടുക്കുന്ന് പറഞ്ഞ് കൊടുത്തോ, അപ്പം മുതൽ അവിടെ എന്തായിട്ട് മാറി? അതൊരു ഒഫൻസ് ആയി. ഏത് ഒഫൻസ് ആണ്? അറ്റംപ്റ്റ് ടു മർഡറിന്റെ അണ്ടറിൽ വരും. അതാണ്. അപ്പം എന്തെങ്കിലും ഒരു ഒഫൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതേ ഉള്ളൂ, എന്തെങ്കിലും പ്രിപ്പറേഷൻസ് നടത്തിയിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതൊരു ഒഫൻസ് അല്ല. അതിന്റെ എന്തെങ്കിലും ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ആക്ട് ചെയ്തു, അതായത് അയാളെ ഹേർട്ട് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ എന്തെങ്കിലും ഒരു ആക്ട് നമ്മൾ നടത്തിയെന്നുണ്ടെങ്കിൽ അപ്പൊ മുതൽ അത് എന്തായി മാറും? അറ്റംപ്റ്റ് ടു മർഡറിന്റെ അണ്ടറിൽ വരും. അടുത്ത സെക്ഷൻ ആണ് സെക്ഷൻ 110. സെക്ഷൻ 110 ഓഫ് BNS എന്താ പറയുന്നത്? അറ്റംപ്റ്റ് ടു കമ്മിറ്റ് കൾപ്പബിൾ ഹോമിസൈഡ്. കൾപ്പബിൾ ഹോമിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നു. If someone does an act with the intention or knowledge that could cause death and would be considered culpable homicide if death happened. എന്താണ് കൾപ്പബിൾ ഹോമിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരാളുടെ ഡെത്ത് നടത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്താണ്? അതിന് അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ്, they can be punished with up to 3 years in jail. 3 വർഷം വരെ തടവും അതുപോലെ അല്ലെങ്കിൽ ഫൈന് അല്ലെങ്കിൽ ബോത്ത്. ഒന്നെങ്കിൽ അയാൾക്ക് 3 വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടും, അല്ലെങ്കിൽ ഫൈൻ ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടും അയാൾക്ക് കിട്ടും.
അത് ഓരോ കേസ് അനുസരിച്ചിട്ടിരിക്കും. നെക്സ്റ്റ് ആണ്, ഇഫ് ദ ആക്ട് ആക്ച്വലി കോസസ് ഹേർട്ട് ടു സമ്മൺ, അതായത് അയാൾ അറ്റംപ്റ്റ് ചെയ്തു, ആ അറ്റംപ്റ്റ് വഴി ഈ വിക്ടിമിന് എന്ത് സംഭവിച്ചു, ഹേർട്ട് സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൊ അയാൾക്ക് എന്താണ് പണിഷ്മെന്റ്? അപ് ടു 7 years. ഹേർട്ട് സംഭവിച്ചെങ്കിൽ 7 വർഷം വരെ ജയിലും, അല്ലാന്നുണ്ടെങ്കിൽ ഫൈന്, അല്ലെങ്കിൽ ബോത്തും അയാൾക്ക് കിട്ടുന്നതായിരിക്കും. അതിന്റെ കുറച്ച് എക്സാമ്പിൾ ആണ്. എ ഗെറ്റ് സഡൻലി ആൻഡ് സീരിയസ്ലി പ്രൊവോക്ഡ് ആൻഡ് ഷൂട്ട്സ് അറ്റ് സി. എ എന്താ പെട്ടെന്നുള്ള പ്രൊവോക്കേഷനിൽ ചിലപ്പോൾ സി അവിടെ എനെ കളിയാക്കുകയെല്ലാം ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ദേഷ്യത്തിൽ പെട്ടെന്ന് എന്ത് ചെയ്യാണ്, ഒരു ഗൺ എടുത്തിട്ട് സീനെ ഷൂട്ട് ചെയ്തു. Even if Z doesn't die, A's act is such that if death had happened, it would be culpable homicide, not amounting to murder. അവിടെ സീനെ ഷൂട്ട് ചെയ്തെങ്കിലും സി അവിടെ എന്തായില്ല, മരിച്ചില്ല. അപ്പം ഇൻ കേസ് അവിടെ സി മരിച്ചായിരുന്നെങ്കിലും അത് മർഡർ അല്ല, അത് കൾപ്പബിൾ ഹോമിസൈഡേ ആകുള്ളൂ. കാരണം ആ ഒരു സഡൻ പ്രൊവോക്കേഷനിലാണ് അയാൾ ആ ഗൺ എടുത്തിട്ട് ഷൂട്ട് ചെയ്തത്. അല്ലാണ്ട് അയാള് വീട്ടിൽ നിന്ന് പ്രിപ്പയർ ആയി വന്നതല്ല. ഓക്കെ, ഇയാളെ ഷൂട്ട് ചെയ്യണം എന്ന് പ്രിപ്പയർ ആയി വരാത്തത് കൊണ്ട്, അത്രയും ഇന്റൻഷൻ അയാൾക്ക് ഇല്ല, ഇന്റൻഷൻ അവിടെ കുറവാണ്. അൾട്ടിമേറ്റ് ആയിട്ട് ഇന്റൻഷൻ ഇയാളെ കൊല്ലണം എന്നാണെങ്കിൽ കൂടിയും സ്പെസിഫിക് ഇന്റൻഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അത് കൾപ്പബിൾ ഹോമിസൈഡിന്റെ അണ്ടറിലേ വരുള്ളൂ. സോ എ ഹാസ് കമ്മിറ്റഡ് ആൻ ഒഫൻസ് അണ്ടർ ദിസ് സെക്ഷൻ. ഇവിടെ സി മരിക്കാത്തത് കൊണ്ട് അത് എന്തായിട്ട് മാറി, അറ്റംപ്റ്റ് ടു കമ്മിറ്റ് കൾപ്പബിൾ ഹോമിസൈഡ് ആയിട്ട് മാറി. നെക്സ്റ്റ് ആണ് ഓർഗനൈസ്ഡ് ക്രൈം. സെക്ഷൻ 111 നമ്മൾ ഓർഗനൈസ്ഡ് ക്രൈം എന്താന്ന് പറയുന്നത്. ഇഫ് എ പേഴ്സൺ ഓർ ഗ്രൂപ്പ് റിപ്പീറ്റഡ്ലി കമ്മിറ്റ്സ് സീരിയസ് ക്രൈംസ് ലൈക്ക് kidnapping, robbery, theft, extortion, land grabbing, contract killing, drug or human trafficking, cyber crimes, economic crimes, trafficking of weapons or illegal goods, using violence, threats or illegal means to gain money or material benefit, it is considered organized crime. ഇതിന് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് ഗുണ്ടകളെ മനസ്സിലാലോചിച്ചാൽ മതി. അവരല്ലേ ഇങ്ങനെ ഒന്നെങ്കിൽ ഒരു പേഴ്സൺ ആയിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ആയിട്ടോ ഒരു കാര്യം ഇങ്ങനെ റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു ക്രൈം ഓർഗനൈസ്ഡ് ക്രൈം ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു ഒഫൻസ് അവർ എന്ത് ചെയ്യണം, റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അതും എങ്ങനെയാണ്, വയലൻസോ അല്ലെങ്കിൽ ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഇല്ലീഗൽ രൂപത്തിലൂടെ ആയിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇവർ ചെയ്യുന്നത്? ഒന്നെങ്കിൽ മണി അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽ ബെനിഫിറ്റ് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ അവർ റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത്, യൂസിങ് ദിസ് വയലൻസ്, ത്രെറ്റ്സ് ഓർ ഇല്ലീഗൽ മീൻസ്. അപ്പോഴാണ് നമ്മൾ അതിന് ഓർഗനൈസ്ഡ് ക്രൈം ആയിട്ട് പറയുന്നത്. ഇനി അതിനകത്ത് കുറച്ച് കീ ടേംസ് ആണ്. ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റ്. ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഗ്യാങ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് 2 or more people doing some crime together. അതിനാണ് ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പുഷ്പ മൂവി കണ്ടവർക്ക് സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞ വേർഡ് പെട്ടെന്ന് ഇതാക്കാൻ പറ്റും. അടുത്തൊരു വേർഡാണ് കണ്ടിന്യൂയിങ് അൺലോഫുൾ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, a crime punishable with 3+ years in jail repeated over time with more than one charge sheet filed in 10 years. ഇതൊക്കെ ജസ്റ്റ് ആ കീ ടേംസ് എന്തൊക്കെയാന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത്. ആ സെക്ഷനിൽ പറഞ്ഞിട്ടുള്ള കീ ടേംസ് ആണ്, അത് ഏതൊക്കെയാന്നുള്ളത് ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. ദെൻ ഇക്കണോമിക് ഒഫൻസ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് ബാങ്ക് ഫ്രോഡ്, ഫോർജറി, കൗണ്ടർഫീറ്റിംഗ്, ഹവാല, സ്കാംസ് എക്സെട്ര, അതൊക്കെയാണ് ഇക്കണോമിക് ഒഫൻസ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കുറച്ച് ടേംസ് എന്തൊക്കെയാന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യാണ് ഇവിടെ. ദെൻ സെക്ഷൻ 2 ആണ്. സെക്ഷൻ 1 ആണ് നമ്മളിപ്പോ പറഞ്ഞത്, അതിന്റെ സെക്ഷൻ 2 ആണിത്. ഇഫ് ദ ക്രൈം കോസസ് ഡെത്ത്, അങ്ങനെ ഇവർ ഓർഗനൈസ്ഡ് ക്രൈം ചെയ്യുന്ന സമയത്ത് ഡെത്ത് സംഭവിച്ചു, ഒരു പേഴ്സന്റെ ഡെത്ത് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്താ, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന് കിട്ടുന്ന പണിഷ്മെന്റ് എന്താണ്, ഡെത്ത് ഓർ ലൈഫ് ഇംപ്രിസൺമെന്റ് പ്ലസ് ഫൈൻ ഓഫ് അറ്റ്ലീസ്റ്റ് 10 lakh rupees അവർ പേ ചെയ്യേണ്ടതായിട്ട് വരും. അല്ല, ഇപ്പം അതിന്റെ സെക്ഷൻ 2 clause B ആണ്. സെക്ഷൻ 2 clause B സെക്ഷൻ ഏതായിരുന്നു, സെക്ഷൻ 111 clause 2 സബ് ക്ലോസ് B ആണ്. അപ്പം ഈ ക്ലോസ് 2ന്റെ സബ് ആണ് ബി. ഇഫ് നോ വൺ ഡൈസ് ബട്ട് ഇറ്റ് ഇസ് സ്റ്റിൽ ആൻ ഓർഗനൈസ്ഡ് ക്രൈം, അതായത് ഇവിടെ ആരും മരിച്ചിട്ടില്ല പക്ഷെ എന്നാലും അതൊരു സ്റ്റിൽ ഒരു ഓർഗനൈസ്ഡ് ക്രൈം, അതായത് അവർ റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്താണ്, 5 years to life imprisonment plus
ഫൈൻ ഓഫ് അറ്റ്ലീസ്റ്റ് 5 lakh rupees അവർ കൊടുക്കേണ്ടി വരും, ഇതിന്റെ പാതിയായിട്ട്. Then section 3 എന്താ പറയുന്നത്? If someone helps, plans or tries to commit organized crime, ആരെങ്കിലും മറ്റൊരു വ്യക്തിനെ ഈ പറഞ്ഞ ഓർഗനൈസ്ഡ് ക്രൈം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ കൂടെ ഇരുന്ന് പ്ലാൻ ചെയ്യുകയോ അല്ലെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യുകയോ ട്രൈ ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ 5 years to life imprisonment plus fine of at least 5 lakh rupees. ഇവർക്ക് രണ്ടുപേർക്കും സെയിം പണിഷ്മെന്റ് ആണ് കിട്ടുന്നത്. ഇനി ക്ലോസ് 4 ആണ്. If someone is a member of an organized crime group, അതായത് ഈ പറഞ്ഞ ഓർഗനൈസ്ഡ് ക്രൈം ഗ്രൂപ്പ് അതൊരു ഗുണ്ട ഗ്യാങ്ങിന് ഒരാളെ നമ്മൾ അറസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്തായിരിക്കും? 5 years to life imprisonment plus fine of at least 5 lakh rupees. 5 വർഷം വരെ ലൈഫ് ഇംപ്രിസൺമെന്റ് തടവും അതുപോലെ തന്നെ 5 ലക്ഷം രൂപയിൽ അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് 5 ലക്ഷം രൂപയെങ്കിലും അയാൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. Then section 5 ആണ്. If someone hides or protects an organized crime, ഒരു ഓർഗനൈസ്ഡ് ക്രിമിനലിനെ എന്ത് ചെയ്യുന്നു? ഹൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്താണ്? 3 years to life imprisonment, 3 വർഷം വരെ തടവും അതുപോലെ തന്നെ ഫൈൻ ഓഫ് അറ്റ്ലീസ്റ്റ് 5 lakh rupees കൊടുക്കേണ്ടി വരും. ഇതിനകത്തൊരു എക്സെപ്ഷൻ ഉണ്ട്. This does not applies if it's the criminal spouse. അതായത് ഇപ്പം ക്രിമിനലിന്റെ സ്പൗസ് ആണ്, അതായത് ഇപ്പം ഈ ക്രിമിനൽ ഹസ്ബൻഡ് ആണ്, അയാളുടെ വൈഫാണ് ഇയാളെ ഒളിപ്പിച്ച് വെക്കുന്നത് അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഒഫൻസ് അല്ല എന്നാണ് പറയുന്നത്. അതാണ് അതിന്റെ ഒരു എക്സെപ്ഷൻ ആണ്. ദിസ് ഡസ് നോട്ട് അപ്ലൈ ടു ഇറ്റ്സ് ഇഫ് ഇറ്റ്സ് ക്രിമിനൽ സ്പൗസ് എന്നുള്ളത്. ദെൻ അടുത്ത ക്ലോസ് ആണ് ക്ലോസ് 6 പറയുന്നത്. If someone has property earned from organized crime, അതായത് ഓർഗനൈസ്ഡ് ക്രൈം വഴി ഒരാൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടി ഏൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്താണ്? 3 years to life imprisonment, 3 വർഷം വരെ തടവും അതുപോലെ തന്നെ ഫൈൻ ഓഫ് അറ്റ്ലീസ്റ്റ് 2 lakh rupees അയാൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. Then clause 7 ആണ്. If someone holds property on behalf of an organized crime criminal and can't explain it, അതായത് ഒരു ഓർഗനൈസ്ഡ് ക്രിമിനലിന്റെ ബിഹാഫിൽ ഇയാൾ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുകയും അത് എന്തിന്റെ റീസൺ ആണ് അയാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്താണ്? 3 to 10 years ഇംപ്രിസൺമെന്റും അതുപോലെ തന്നെ ഫൈൻ ഓഫ് അറ്റ്ലീസ്റ്റ് 1 ലക്ഷം രൂപ, 1 ലക്ഷം രൂപയെങ്കിലും അയാൾ മിനിമം അടയ്ക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അതാണ് ഓർഗനൈസ്ഡ് ക്രൈമിനെ പറ്റിയിട്ട്. സെക്ഷൻ 111 ആയിരുന്നു. ഇനി സെക്ഷൻ 112 സീസ് അബൌട്ട് പെറ്റി ഓർഗനൈസ്ഡ് ക്രൈം. അതായത് പെറ്റി എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ അത്രയും സീരിയസ് ഒഫൻസുകൾ അല്ല. If a person is part of a group or gang and commits crimes like a theft, snatching, cheating, selling tickets illegally, unauthorized betting or gambling, leaking exam papers or similar small criminal activities, എന്തെങ്കിലും സ്മോൾ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇതുപോലെ ഗ്രൂപ്പായിട്ട് റിപ്പീറ്റഡ്ലി ചെയ്യുന്നതിനാണ് പെറ്റി ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറയുന്നത്. They are said to commit petty organized crime. ഇവിടെ തെഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെയാണ്? പിക് പോക്കറ്റിംഗ്, ഷോപ്പ് ലിഫ്റ്റിംഗ്, സ്റ്റീലിംഗ് ഫ്രം ഹോംസ്, ഷോപ്സ്, വെഹിക്കിൾസ്, ATM തെഫ്റ്റ്, കാർഗോ തെഫ്റ്റ്, കാർഡ് സ്കിമ്മിംഗ്, ട്രിക്ക് തെഫ്റ്റ്, അങ്ങനെ ആൾക്കാരെ പറ്റിച്ച് ചെറുതായിട്ടൊക്കെ ചെറിയ ചെറിയ ഒഫൻസുകൾ, അത്രയും സീരിയസ് അല്ല, പക്ഷെ എന്നാലും അതെന്താണ് ഒഫൻസുകൾ തന്നെയാണ്. അതൊക്കെയാണ് ഈ പെറ്റിക്കകത്ത് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്താണ്? If anyone who commits petty organized crime can be punished with 1 to 7 years of imprisonment and a fine. 1 മുതൽ 7 വർഷം വരെ അവർക്ക് തടവും അതുപോലെ തന്നെ ഫൈനും ഈടാക്കാവുന്ന ഒരു ശിക്ഷയാണ്, ഒരു ഒഫൻസ് ആണത്. നെക്സ്റ്റ് ആണ് സെക്ഷൻ 113 ഓഫ് BNS. It says about terrorist act. ടെററിസ്റ്റ് ആക്ടിനെ പറ്റിയിട്ടാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. സെക്ഷൻ 1 എന്താ പറയുന്നത്? സെക്ഷൻ 113 ക്ലോസ് 1 പറയുന്നത് വാട്ട് ഇസ് എ ടെററിസ്റ്റ് ആക്ട്, എന്താണ് ഒരു ടെററിസ്റ്റ് ആക്ട് എന്ന് പറയുന്നത്? A person commits a terrorist act if they intended to threaten India's unity, security or economy, causes fear or terror among people in India or other country. അതായത് നമ്മളുടെ ഇന്ത്യയുടെ യൂണിറ്റി, സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇക്കണോമി, ഈ 3 കാര്യങ്ങൾക്ക് എന്തെങ്കിലും ത്രെട്ടൻ സംഭവിപ്പിക്കുക, അതായത് ഒരു ഭീഷണിയായിട്ട് വരിക, അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയ്ക്ക് എന്തെങ്കിലും ഫിയർ, എന്തെങ്കിലും അപകടം സംഭവിപ്പിക്കും എന്നുള്ളൊരു ഫിയർ കൊണ്ടുവരിക. പീപ്പിൾ ഇൻ ഇന്ത്യ ഓർ അനദർ കൺട്രി, നമ്മളുടെ രാജ്യത്തോ അല്ലെങ്കിൽ മറ്റൊരു കൺട്രിയിലോ ആൾക്കാരുടെ ഇടയ്ക്ക് എന്ത് കൊണ്ടുവരാ? ഫിയർ കൊണ്ടുവരാ.
ബൈ ഡൂയിങ് തിങ്സ് ലൈക്ക് എങ്ങനെയാണ് ഈ പറഞ്ഞ ഫിയർ അല്ലെങ്കിൽ എങ്ങനെയാണ് ത്രട്ടൺ ചെയ്യുന്നത്? യൂസിങ് ബോംബ്സ്, ഗൺസ്, പോയിസണസ് ഗ്യാസസ്, കെമിക്കൽസ് ഓർ ഡേഞ്ചറസ് സബ്സ്റ്റൻസസ് ലൈക്ക് റേഡിയോ ആക്റ്റീവ് ഓർ ബയോളജിക്കൽ വെപ്പൺസ്. നമ്മൾ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ടെററിസ്റ്റുകൾ വരിക? കൈ വീശിയാണോ? അല്ല, കയ്യിൽ ബോംബും ഗണ്ണും അതുപോലെ തന്നെ പോയിസണസ് ആയിട്ടുള്ള എന്തെങ്കിലും ഗ്യാസസോ കെമിക്കൽസ് ഒക്കെ കൊണ്ട് ആൾക്കാരെ ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ ആൾക്കാരെ പേടിപ്പിക്കാനൊക്കെ ആയിട്ടായിരിക്കും അവർ വരുന്നുണ്ടാവുക. കിൽ ഓർ ഇഞ്ചുറി പീപ്പിൾ, ആൾക്കാരെ കൊല്ലുക അല്ലെങ്കിൽ അവരെ ഇഞ്ചേർഡ് ആക്കുക. ഡിസ്ട്രോയ് പ്രോപ്പർട്ടി, ആൾക്കാരുടെ പ്രോപ്പർട്ടി നശിപ്പിക്കുക. ഡിസ്റപ്റ്റ് എസെൻഷ്യൽ സപ്ലൈസ് ഓർ സർവീസസ്, അതായത് നമ്മുടെ ലൈക് ഇലക്ട്രിസിറ്റി, വാട്ടർ, ട്രാൻസ്പോർട്ട് അതിലൊക്കെ തടസ്സം വരുത്തുക. ഹാം ഇന്ത്യസ് ഇക്കണോമി, ഇന്ത്യയുടെ ഇക്കണോമി ഹാം ചെയ്യുക. എങ്ങനെയാണ് ഇന്ത്യയുടെ ഇക്കണോമി ഹാം ചെയ്യുന്നത്? ഫേക്ക് കറൻസി സ്പ്രെഡ് ചെയ്തിട്ട് ഇന്ത്യയുടെ ഇക്കണോമി ഹാം ചെയ്യാൻ പറ്റും. Then attack property used for India's defense or government work. ഇന്ത്യയുടെ ഡിഫൻസിനോ അല്ലെങ്കിൽ ഗവൺമെന്റ് വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഏതെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്യുന്നത് ഈ പറഞ്ഞ ടെററിസ്റ്റ് ആക്ടിന്റെ അണ്ടറിൽ വരും. ഓർ ബൈ യൂസിങ് ഫോഴ്സ് ഓർ വയലൻസ് അഗേൻസ്റ്റ് എ പബ്ലിക് ഒഫീഷ്യൽ. ഒരു പബ്ലിക് ഒഫീഷ്യൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ഗവൺമെന്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളെയാണ് നമ്മൾ പബ്ലിക് ഒഫീഷ്യൽ എന്ന് പറയുന്നത്. അയാളുടെ അഗേൻസ്റ്റ് ഫോഴ്സോ അല്ലെങ്കിൽ വയലൻസോ യൂസ് ചെയ്യുക, അതും ഒരു ടെററിസ്റ്റ് ആക്ട് ആണ്. അല്ലെങ്കിൽ കിഡ്നാപ്പിംഗ് ഓർ ഡീറ്റെയിനിങ് സമ്മൺ ടു ഫോഴ്സ് ദ ഗവൺമെന്റ് ഓർ അതേഴ്സ് ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ്. അത് നമ്മൾ മൂവീസിൽ കണ്ടിട്ടുള്ളതാണ് അല്ലെ. ഈ പറഞ്ഞ ടെററിസ്റ്റുകൾ വന്നിട്ട് ഏതെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആരെങ്കിലും എടുത്തു വെച്ചിട്ട് പറയും അവിടെ വിട്ടു തരണം എന്നുണ്ടെങ്കിൽ ഗവൺമെന്റിനോട് എന്തെങ്കിലും ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ഗവൺമെന്റ് ചെയ്യുന്ന എന്തെങ്കിലും നിർത്തിവെക്കാൻ പറയും, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആരെങ്കിലും വിട്ടയക്കാൻ പറയും. അതൊക്കെ ടെററിസ്റ്റ് ആക്ടിന്റെ അണ്ടറിൽ വരുന്നതാണ്. അങ്ങനെ ടെററിസ്റ്റ് ആക്ട് ചെയ്താൽ അവർക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്താണ്? ഇഫ് സമ്മൺ ഡൈസ്, ഇവരുടെ ടെററിസ്റ്റ് ആക്ടിവിറ്റി കാരണം ആരെങ്കിലും മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്ന് പറഞ്ഞാല് ഡെത്ത് ഓർ ലൈഫ് ഇംപ്രിസൺമെന്റ് പ്ലസ് ഫൈൻ. ഡെത്ത് പെനാൽറ്റി അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെന്റ് ആയിരിക്കും, ജീവപര്യന്തം പ്ലസ് ഫൈൻ അയാൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇഫ് നോ വൺ ഡൈസ്, ആരും മരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ശിക്ഷ എന്താണ്? 5 years to ലൈഫ് ഇംപ്രിസൺമെന്റ്, 5 വർഷം മുതൽ ലൈഫ് ഇംപ്രിസൺമെന്റ് വരെ കിട്ടാം, പ്ലസ് ഫൈനും അയാൾ അടയ്ക്കേണ്ടതായിട്ട് വരും. ഇനി അതിന്റെ സെക്ഷൻ 3 ആണ്. ഈ പറഞ്ഞ ടെററിസ്റ്റ് ആക്ടിന് അല്ലെങ്കിൽ ടെററിസ്റ്റുകളെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് സമ്മൺ ഹെൽപ്സ് ഓർ സപ്പോർട്ട്സ് എ ടെററിസ്റ്റ് ആക്ട്, if anyone plans, tries, encourages, advises or support a terrorist act, they can face 5 years to life imprisonment plus fine. ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റിനെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുകയോ അല്ലെങ്കിൽ ട്രൈ ചെയ്യുക, അതായത് അറ്റംപ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ എൻകറേജ് ചെയ്യുകയോ അഡ്വൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്താലും മതി. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ 5 വർഷം മുതൽ ലൈഫ് ഇംപ്രിസൺമെന്റ് വരെയും, അല്ലാന്നുണ്ടെങ്കിൽ പ്ലസ് ഫൈനും, അതിന്റെ കൂടെ അയാൾ ഫൈനും അടയ്ക്കേണ്ടതായിട്ട് വരും. ഇനി സെക്ഷൻ 3 ആണ്, സോറി സെക്ഷൻ 6 ആണ്. ഇഫ് സമ്മൺ ഹൈഡ്സ് എ ടെററിസ്റ്റ്, ഒരു ടെററിസ്റ്റിനെ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് എ പേഴ്സൺ നോയിങ്ലി ഹൈഡ്സ് ഓർ ഷെൽട്ടേഴ്സ് എ ടെററിസ്റ്റ്, അതായത് അയാൾ ടെററിസ്റ്റ് ആണ് അറിഞ്ഞിട്ടും നമ്മൾ അയാളെ ഹൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്ക് താമസിക്കാനുള്ള സ്ഥലവും ഫുഡൊക്കെ കൊടുത്ത് അവരെ ഷെൽട്ടർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്താണ്? 3 years to ലൈഫ് ഇംപ്രിസൺമെന്റ്, 3 വർഷം മുതൽ ലൈഫ് ഇംപ്രിസൺമെന്റ് വരെ വരാം, പ്ലസ് അയാൾ ഫൈനും അടയ്ക്കേണ്ടതായിട്ട് വരും. ഇതിനകത്ത് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ദിസ് ഡസ് നോട്ട് അപ്ലൈ ഇഫ് ദ പേഴ്സൺ ഹൈഡിങ് ദ ടെററിസ്റ്റ് ഈസ് ദെയർ സ്പൗസ്, അതായത് സ്പൗസ് ആണ് ഇതുപോലെ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമില്ല, അവർക്ക് ഇതൊരു ഒഫൻസ് ആയിട്ട് എടുക്കില്ല. അതും അവിടെ ഒരു എക്സെപ്ഷൻ ആയിട്ടാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് സെക്ഷൻ 112 ക്ലോസ് 7 എന്താ പറയുന്നത്? ഇഫ് സമ്മൺ ഹോൾഡ്സ് പ്രോപ്പർട്ടി ഫ്രം ടെററിസം, അതായത് ഇഫ് സമ്മൺ നോയിങ്ലി ഓൺസ് ഓർ ഹോൾഡ്സ് പ്രോപ്പർട്ടി ഗെയിൻഡ് ഫ്രം എ ടെററിസ്റ്റ് ആക്ട്, ഏതെങ്കിലും ടെററിസ്റ്റ് ആക്ട് വഴി ഈ പറഞ്ഞ ടെററിസ്റ്റുകൾ പ്രോപ്പർട്ടി എടുക്കുകയും മറ്റൊരു പേഴ്സൺ അത് ഹോൾഡ് ചെയ്യുകയും ചെയ്യുകയാണ്, അയാൾക്ക് അറിയാം ഇങ്ങനെ ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റി വഴിയാണ് അല്ലെങ്കിൽ ടെററിസ്റ്റ് ആക്ട് വഴിയാണ് ഈ പ്രോപ്പർട്ടി കിട്ടിയെന്ന് അറിയാം, എന്നിട്ടും അത് അറിഞ്ഞുകൊണ്ടും അയാൾ ആ പ്രോപ്പർട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ശിക്ഷ എന്താണ്? അപ് ടു ലൈഫ് ഇംപ്രിസൺമെന്റ് പ്ലസ് ഫൈന് കിട്ടാവുന്ന ശിക്ഷയാണ്.